സിനിമയിൽ അഭിനയിച്ചല്ലോ, എന്തായിരുന്നു ഒരു ഫീലിങ്സ്? സന്തോഷം തോന്നും. പ്രാർത്ഥനയോ ഈ സിനിമയിൽ എന്നെ ആഡ് ചെയ്യാൻ വിചാരിച്ചില്ല, കാരണം ഇടയ്ക്ക് വെച്ച് പിൻവാങ്ങിയതാണ്. നല്ല ടീമാണ്, എന്നെ ആഡ് ചെയ്തു. നല്ല റെസ്പോൺസാണ് എല്ലാവരും കണ്ട് പറയാൻ ബിൽഡപ്പ് ചെയ്ത ഇതാണ്. വളരെ സന്തോഷം തോന്നും. മുമ്പ് ബാഡ് ബോയ്സിൽ അഭിനയിച്ചാണ്, പിന്നെ വിപിനാച്ചിൽ വേറെ പടത്തിൽ നല്ല എക്സ്പീരിയൻസ്, ഹാപ്പിയായി വന്നത്. എൻ്റെ സീൻ ഉണ്ടാവും സംശയം ഉണ്ടായിരുന്നു. നല്ല ടീമാണ്. മറ്റേ കലൂരിൻസ് മകനെ ആഡ് ചെയ്ത് മുടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ ചെറിയ നീരസമുണ്ടാവും ഞങ്ങൾക്ക് പിന്മാറിയത്. പക്ഷേ അവരെൻ്റെ സീൻ ആഡ് ചെയ്തു. അതുകൊണ്ട് നന്ദി. ഇനി അഭിനയം തുടരാൻ പ്ലാൻ ഉണ്ടോ? വരുന്ന പോലെ നമ്മളങ്ങനെ വലിയ ആക്ടറൊന്നുമല്ല, നമ്മുടെ പോപ്പുലേറ്റ് വെച്ചിട്ടാണ് അവർ കാസ്റ്റ് ചെയ്തത്. ഇനി അത്ര റോൾ വരികയാണ് ചെയ്യും. ഭയങ്കര പാഷനൊന്നുമില്ല. ഇവിടെ എറണാകുളത്തേക്ക് ഷൂട്ടിങ്ങാണെങ്കിൽ പോയി അഭിനയിക്കും. റിവ്യൂ തുടരുമോ? റിവ്യൂ തുടർന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ തിയേറ്ററിൽ മറ്റു സിനിമാക്കാർക്ക് കുറച്ച് എതിർപ്പുണ്ട്. എന്തായാലും അവരോട് എനിക്ക് ആ ദേഷ്യം വൈരാഗ്യമൊന്നുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. തിയേറ്റർ ഓണറൊന്നും ഞാനൊക്കെ പ്രശ്നമില്ല, ചില സിനിമക്കാരാണ് വരക്കുന്നത്. നിഷ്പക്ഷമായ റിവ്യൂ കൊടുക്കുന്നു. അതേ നല്ലതാണ് നല്ലതാണ് പറയും, മോശം പറയും. ഇവനിപ്പോൾ ബാഡ് ബോയ്സ് പോലെ എനിക്ക് അന്ന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ വിളിച്ച് പറയാൻ നെഗറ്റീവ് കൊടുത്തത്. ഈ പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. എനിവേ ഞാൻ നന്നായിട്ട് പോട്ടെ. ആരോട് അങ്ങനെ ദേഷ്യമൊന്നുമില്ല, അവരുടെ സ്നേഹം മാത്രമേ ഉള്ളൂ. വേറെ ഏതെങ്കിലും പടത്തിലേക്ക് വിളിച്ചിട്ടുണ്ടോ? വിപിനാച്ചിൻ്റെ പടത്തിലാണ് ആദ്യം അഭിനയിച്ചത്, അത് ഇറങ്ങാനുണ്ട്. ബാഡ് ബോയ്സ് നേരത്തെ ഇറങ്ങി, അതിൽ ഡയലോഗ് റോളായിരുന്നു. ഇതിലും ഡയലോഗ് ഉണ്ടായിരുന്നു, പക്ഷേ ഇടയ്ക്ക് ഞാൻ പിൻവാങ്ങി. അത് അവർ പോസിറ്റീവിലെടുത്തത്. നല്ല ടീമാണ് അവർ. പടം കുഴപ്പമില്ലാത്ത റിവ്യൂ ഉണ്ട്. മമ്മൂക്കയുടെ സ്റ്റൈലൈസ് പെർഫോമൻസ് ആണ്. ഹക്കി ചെയ്തിട്ടുണ്ട്, എല്ലാം നന്നായി ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥ് ഭട്ടൻ ഗൗതമൻ്റെ ഫസ്റ്റ് ഷൂട്ട് ചെയ്തത്. ഗൗതമന് വളരെ സീരിയസ് ആയിട്ടുള്ള ആളാണ്. അതേപോലെ സിദ്ധാർത്ഥ് ഭട്ടൻ ഇന്നിപ്പോൾ ശശാമ കൂക്ക് സീക്രട്ടേറ്റിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പൊതുവേ എൻ്റെ റോള് ക്യാമ്പി റോളാണെങ്കിലും നോട്ട് ചെയ്തിട്ടെന്ന് പറയാം. കാരണം അത് ഇങ്ങനെ സസ്പെൻസോടെ വെച്ചിട്ട് പെട്ടെന്നാണ് എൻ്റെ മുഖം വരുന്നത്. അപ്പോൾ ആൾക്കാർ വലിയ ചിരിയും കേടല്ലായിരുന്നു. രണ്ടാമത് കാണാൻ വേണ്ടിയാണ് വന്നത്. തിയേറ്ററിൽ സ്വന്തം ഫേസ് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു, കാരണം എൻ്റെ ഫേസ് കണ്ടപ്പോൾ എനിക്കാണ് ചിരി വന്നു. ഇപ്പോൾ ആളുകൾ എൻ്റെ ഫേസ് കണ്ട് ചിരിക്കാനുള്ള കാരണം എനിക്ക് മനസ്സിലായി. കാരണം ഒരു കോമഡി എലമെൻ്റ് നമ്മുടെ ഫേസിലുണ്ട്, അതുകൊണ്ട് ചിരിക്കുന്നത് മനസ്സിലായി. എസ്പെഷ്യലി പെൺകുട്ടികളല്ല. എന്തായാലും എൻജോയ് ചെയ്തു, വളരെ സന്തോഷം തോന്നുന്നു. ഇപ്പം നടനായ സ്ഥിതിക്ക് ഇനി നടന്നതല്ലേ നമ്മുടെ അങ്ങനെ നമ്മളിപ്പോൾ ഒന്നുണ്ടെങ്കിൽ ചെറിയ ദിവസം ചെയ്യുന്നത് അറിയില്ല. നമ്മളൊന്നും പ്ലാൻ ചെയ്ത പോലെ അറിയാം. ഇതൊന്നും വയറിലാവുന്ന പ്ലാൻ ചെയ്തില്ല. ഇനി നടിമാർക്കിടെ കല്യാണാലോചനയൊക്കെ വരാൻ ചാൻസ് ഉണ്ടോ? നടനായല്ലോ ഇപ്പോൾ. എനിക്കിപ്പോൾ ഒരു കല്യാണ പ്ലാനൊന്നുമില്ല. കാരണം ഇപ്പോൾ ഈ കാലത്ത് ഇപ്പോഴത്തെ പെണ്ണുങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല. കല്യാണം കഴിക്കുന്ന മണ്ടത്തരായിട്ട് എനിക്ക് തോന്നുന്നു.